Welcome to my YouTube channel Incredible English. Today we are going to discuss the poem The Trees written by Adrian Rich. The Trees എന്നുള്ള poem 10th standard first flight textbookil ഉള്ളതാണ്. സോ ഇത് ട്രീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 4 വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ ട്രീസ് എന്നുള്ള പോയത്തിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സമ്മിങ് അപ്പും അതുപോലെ തന്നെ അതിൻ്റെ തീം, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് അതാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ വി നോ ദാറ്റ് ഇറ്റ്സ് റിട്ടൺ ബൈ ദ US born writer, poet Adrian Rich. The Trees has been published in the collection Necessities of Life in the year 1966. അപ്പോൾ 60s 70s ടൈമിലാണ് ഇത് എഴുതിയതും പബ്ലിഷ് ചെയ്തതും ഒക്കെ. ഈ 60s 70s ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫെമിനിസത്തിന്റെ സെക്കൻഡ് വേവ് നടക്കുന്ന ഒരു ടൈമായിരുന്നു. സെക്കൻഡ് വേവ് ഫെമിനിസം നടന്നിരുന്ന ടൈമാണ് ഈ 60s 70s എന്ന് പറയുന്നത്. ഫെമിനിസം 3 ഫേസ് ആയിട്ടാണ് ആസ് എ മൂവ്മെന്റ് വന്നത്. അതിൽ സെക്കൻഡ് വേവ് നടക്കുന്ന ടൈമാണ് 60s 70s. അപ്പോൾ സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ടൈമിലാണ് വിമൻ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവെയർ ആവുന്നു. ദേ ഹാവ് സ്റ്റാർട്ടഡ് ചാലഞ്ചിങ് ദ ജെൻഡർ റോൾ ഇൻ ദ സൊസൈറ്റി. അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അവർ കോൺഷ്യസ് ആവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. സോ എസ്പെഷ്യലി ദ ഇക്വാലിറ്റി, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എഡ്രിയൻ റിച്ച് ഇവിടെ എങ്ങനെയാണ് ഇതിന് സിഗ്നിഫിക്കൻസ് വരുന്നതെന്ന് വെച്ചാൽ, എഡ്രിയൻ റിച്ച് ഒരു ആർഡൻ ഫെമിനിസ്റ്റ് ആയിരുന്നു. സോ ദ ട്രീസ് എന്നുള്ള പോവും നമ്മൾ കേൾക്കുമ്പം ഡെഫിനറ്റ്ലി ലിറ്ററൽ ലെവലിൽ ഇത് നമ്മൾ വായിക്കുമ്പം അബൌട്ട് ദ ട്രീസിനെ കുറിച്ച് തന്നെയാണ് പോയം പറയണത്. പക്ഷേ ഇതൊരു സിംബോളിക് പോം കൂടിയാണ്. ഇതിന് 2 ലെവൽ മീനിങ് ഉണ്ട്. ഒരു ലിറ്ററൽ മീനിങ്ങും, ലിറ്ററൽ ലെവലിൽ നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന മീനിങ്ങും, ഇതിനൊരു ഇംപ്ലൈഡ് മീനിങ്ങും ഉണ്ട്. ഈ ഇംപ്ലൈഡ് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ ദ ട്രീസ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഒരു സിംബൽ ആണ്. ഇറ്റ്സ് എ സിംബോളിക് പോം. ദ ട്രീസ് റെപ്രസെന്റ് ചെയ്യുന്നത് വിമൻ ഇൻ ദ സൊസൈറ്റി, വിമനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദ പോയത്തിനകത്ത് പറയുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത് ദ ഫോറസ്റ്റ് ഓഫ് വുമൻഹുഡ് ആണ്. അപ്പം ഇതിനൊരു ഇംപ്ലൈഡ് ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. സോ വാട്ട് ആം ഐ പ്ലാനിങ് ടു ഡു ഇസ് ദാറ്റ് 2 മീനിങ്ങും, അതായത് ലിറ്ററൽ ലെവൽ മീനിങ് ഓരോ സ്റ്റാൻസയുടെയും ഡിസ്കസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫെമിനിസ്റ്റ് ഇന്റർപ്രിട്ടേഷനും കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അബൌട്ട് ദ പോം നമ്മൾ പറയേണ്ട വേറൊരു കാര്യം, ഇതിന് 4 സ്റ്റാൻസസ് ആണ് ഉള്ളത്. ബട്ട് പെർട്ടിക്കുലർ റൈമിംഗ് വേർഡ്സോ റൈം സ്കീമോ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. അത് ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ദ ട്രീസ് എന്നുള്ള ഒരു ദറ്റ് സ്റ്റാൻഡ്സ് ഫോർ വുമൺ. അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസൊക്കെ അനലൈസ് ചെയ്യുമ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ആക്ടിവിറ്റീസ് എത്രമാത്രം ക്രൂവലാണ്, അല്ലെങ്കിൽ വി ഫെൽ ഡൗൺ ട്രീസ് അല്ലെ. ഫെല്ലിംഗ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എന്നിട്ടാണ് പുതിയ പുതിയ ബിൽഡിങ്സ് വരുന്നത്. വി ഓൾ ആർ അവെയർ അബൌട്ട് ദാറ്റ്. പക്ഷെ അവെയർ ആണെങ്കിലും വി ഓൾ ആർ ഡൂയിങ് എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലെ. അപ്പം ആ ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തൊരു വണ്ടർഫുൾ തിങ് എന്താന്ന് വെച്ചാൽ, ഈ ട്രീസിനെ നമ്മൾ കട്ട് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം വളരെ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ ഇതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. അപ്പം അതുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇംപ്ലൈഡ് മീനിങ് വരുന്നു. ദ ട്രീസ് എന്നുള്ളത് വുമനെ റെപ്രസെന്റ് ചെയ്യുന്നു, വുമൻ സപ്രസ്ഡ് ആവുന്നു, അങ്ങനെ ഒരു മീനിങ് അതിൽ വരുന്നു. അപ്പൊ വാട്ട് എവർ ബി ദ തിങ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നേച്ചർ എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്താലും വുമൺ എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്താലും ഒരൊറ്റ തീമാണ് ഇതിലൂടെ പോയറ്റ് ഫുഡ് ഫോർവേഡ് ചെയ്യുന്നത്. എവ്രിവൺ ഹാസ് ഈക്വൽ റൈറ്റ്സ്. എവ്രിവൺ ഹാസ് ദ റൈറ്റ് ടു എൻജോയ് ഫ്രീഡം. ഈക്വൽ റൈറ്റ്സ് എന്നുള്ളൊരു പോയിന്റ്, അല്ലെങ്കിൽ ഫ്രീഡം എന്നുള്ളൊരു പോയിന്റ് ആണ് തീമായിട്ട്, ഈ പോയത്തിന്റെ തീമായിട്ട് വരുന്നത്. ഓക്കെ, ആസ് ഐ ഹാവ് ഓൾറെഡി സെഡ്, ദ പോം ഗോട്ട് 2 ലെവൽസ് ഓഫ് മീനിങ്, ലിറ്ററൽ ലെവൽ ആൻഡ് ദ ഇംപ്ലൈഡ് മീനിങ്. ലിറ്ററൽ മീനിങ് എന്താണ്? ദ ട്രീസ് growing inside the house want to break the walls and move out into the forest. അപ്പം till that point of time ഈ ട്രീസ് എല്ലാം വീടിനകത്ത് വളരുന്നതാണ്. അതിന് എന്താണ് ഫോറസ്റ്റ് ലൈഫ്, അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്നും തന്നെ ട്രീസിന് അറിയില്ല. സോ ദേ ഹാവ് ഡിസൈഡഡ് ടു, ട്രീസിനെ നമ്മളിവിടെ പെർസോണിഫിക്കേഷൻ ത്രൂ ഔട്ട് കാണാം, അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം യൂസ് ചെയ്തത്. ദേ ഹാവ് ഡിസൈഡഡ് ടു മൂവ് ഔട്ട് ഇൻ ടു ദ ഫോറസ്റ്റ്, ജോയിൻ ദ ജംഗിൾ. അതാണ് അതിന്റെ ലിറ്ററൽ മീനിങ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീസിന്റെ എന്താണ് എഫേർട്സ്, സ്ട്രെനുവസ് എഫേർട്സ്, അതെല്ലാം ഒബ്ജക്റ്റീവ്ലി പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻസ.
ആൻഡ് ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ അതിന്റെ ഫൈനൽ ഔട്ട്കം എങ്ങനെ അത് അവിടുന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നു. ഇനി അതിന്റെ ഇംപ്ലൈഡ് മീനിങ്ങിലേക്ക് വന്നാൽ, ആസ് വി ഹാവ് ഓൾറെഡി സെഡ്, ട്രീസ് റെപ്രസെന്റ് വുമൻ. The women, after a long period of confinement inside the house, have decided to break the restrictions imposed on them by the men folk in the society. സൊസൈറ്റി, മെൻ മാത്രമല്ല, സൊസൈറ്റി തന്നെ ഇമ്പോസ് ചെയ്ത എല്ലാ റെസ്ട്രിക്ഷൻസും കാരണം, ഓർക്കണം ഈ ടൈം ഏതാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം, 60s 70s എന്ന് പറയുന്നതാണ്. ആ ടൈമിൽ വിമൻ കൺഫൈൻഡ് ആണ്. അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവെയർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ആ ഒരു കൺഫൈൻഡ് ലൈഫ്, റെസ്ട്രിക്റ്റഡ് ലൈഫ്, അത് ബ്രേക്ക് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്യുവാണ്. എങ്ങനെ അവരുടെ ഇമാൻസിപ്പേഷനിലേക്ക് എത്തി, അതിന് എന്തുമാത്രം എഫേർട്ട് അവരിട്ടു, അതിനുവേണ്ടി എന്തുമാത്രം ബാഡ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എന്തെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്തു, ഫൈനലി അതിന്റെ ഫൈനൽ ഔട്ട്കം എങ്ങനെ അവരുടെ ലൈഫിൽ, ഈ ഒരു കാര്യമാണ് ട്രീസ് എന്നുള്ള ഒരു സിമ്പലിലൂടെ പോയറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ക്ലിയർ ടു യു. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ദിസ് ഈസ് ടു ഷോർട്ട്. ഇനി നമ്മൾ ഇൻ ദ സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ സ്റ്റാൻസ 1 ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.